യുദ്ധം അവസാനിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രതീക്ഷ ലോകത്തിനുണ്ടെങ്കിലും ഇത് ഇങ്ങനെ നീണ്ടുപോകുന്നത് ലോകത്തെ ആശങ്കയിലേക്ക് തള്ളുകയാണ്. വിമാനയാത്രാ നിരക്കുകളൊക്കെ വർദ്ധിച്ചത് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ നിന്ന് ലണ്ടനിൽ പോയി തിരിച്ചു വരാനുള്ള ശരാശരി നിരക്ക് കഴിഞ്ഞ കുറെ കാലമായി 70,000 രൂപയായിരുന്നു. കോവിഡിന് മുമ്പ് അതിലും കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 1.5 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയിലേക്ക് വർദ്ധിച്ചിരിക്കുന്നു. ഏതാണ്ട് ഇരട്ടിയിലധികമാണ് വർധനവ്. ഇത്തരത്തിലുള്ള വർധനവ് എല്ലാ സെക്ടറുകളിലും ബാധകമാണ്. എന്നാൽ അധിക നിരക്ക് കൊടുത്താലും വിമാനയാത്ര സാധിക്കാത്ത സാഹചര്യം രൂപപ്പെട്ടു വരുന്നു. ജെറ്റ് ഫ്യൂവലിന്റെ ക്ഷാമമാണ് അതിന്റെ പ്രധാന കാരണം. ഹോർമുസ് കടലെടുക്ക് ഇങ്ങനെ ദീർഘകാലം അടഞ്ഞു കിടന്നാൽ ജെറ്റ് ഫ്യൂവൽ സപ്ലൈ ഇല്ലാതാവുകയും വിമാനങ്ങൾ റദ്ദു ചെയ്യപ്പെടുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. അറബ് രാജ്യങ്ങളിലെ വിമാന കമ്പനികൾ എമിറേറ്റ്സും ഖത്തറും ഗൾഫ് എയറും ഇത്തിഹാദും അടക്കമുള്ള വിമാന കമ്പനികൾ ഏതാണ്ട് പകുതിയോളം സർവീസുകൾ മുടക്കിയിരിക്കുകയാണ്. ഒരു ധാരണയുടെ പുറത്ത് റിസ്ക് എടുത്ത് ഇവ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പകുതിയോളം വിമാനങ്ങൾ ഇല്ല. മാത്രമല്ല യാത്രക്കാരുടെ കുറവും അവിടെ ദൃശ്യമാണ്. എന്നാൽ നിരക്ക് ഗൾഫ് സെക്ടറിൽ ഇപ്പോൾ താരതമ്യേന കുറവാണ്. ആളുകൾ മുൻഗണന കൊടുക്കുന്നത് മറ്റു സെക്ടറുകളിലാണ്. എന്നാൽ ജെറ്റ് ഫ്യൂവൽ ലഭ്യമല്ലാതായതോടെ വിമാന കമ്പനികൾ പൂർണ്ണമായും സർവീസുകൾ നിർത്തിവരുന്നു എന്ന് റിപ്പോർട്ടുണ്ട്. യൂറോപ്പിലെ എയർലൈൻ കമ്പനികൾക്ക് ഇനി 4 ആഴ്ചത്തെ കൂടി മാത്രം ജെറ്റ് ഫ്യൂവൽ ബാക്കിയുള്ളൂ എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. പ്രമുഖ യൂറോപ്യൻ കാരിയർമാരായ ലുഫ്താൻസയും KLM വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചു തുടങ്ങി. ലുഫ്താൻസ സിറ്റി ലൈൻ എന്ന പേരിൽ പ്രാദേശികമായി ഓടിയിരുന്ന ബഡ്ജറ്റ് എയർലൈൻ്റെ പ്രവർത്തനം തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നു. KLM അടുത്ത മാസത്തെ 160 ഫ്ലൈറ്റുകൾ റദ്ദു ചെയ്തിട്ടുണ്ട്. കൂടുതൽ നിരക്ക് കൊടുത്ത് ടിക്കറ്റ് വാങ്ങാൻ ആളുകളുണ്ടെങ്കിലും ജെറ്റ് ഫ്യൂവൽ ലഭ്യമല്ലാത്തതിനാൽ സർവീസുകൾ പതിയെ വെട്ടിച്ചുരുക്കി വരുന്നു എന്നതിന്റെ സൂചനയായി ഈ വാർത്ത പുറത്തു വരുന്നു.